ഹായ് കൂട്ടുകാരെ, അപ്പോൾ എല്ലാവർക്കും അസ്സലാമു അലൈക്കും. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ പതിവ് പോലെ രാവിലെ എണീറ്റ് നമ്മുടെ ചെറിയ ചെറിയ ജോലികളൊക്കെ തുടങ്ങുകയാണ് കേട്ടോ. അപ്പോൾ ചെറിയ വീട്ടിൽ ചെറിയ അടുക്കളയിലെ കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ അപ്പോൾ ഞാൻ കാണിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ട് സഹകരിക്കണം കേട്ടോ. അപ്പോൾ ഞാനും അബ്സും കൂടെ ചായയൊക്കെ കുടിക്കുകയാണ്. അതിൽ പരീക്ഷയ്ക്ക് പോയി മദ്രസയിൽ. അപ്പോൾ പുട്ടുണ്ടാക്കാനാണ് കേട്ടോ. അപ്പോൾ പൊടിയൊക്കെ നനച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ തേങ്ങ പൊതിക്കുകയാണ് കേട്ടോ പുറത്ത് വന്നിട്ട്. അപ്പോൾ മോളൊന്ന് വീഡിയോ എടുക്കുകയാണ്. അപ്പോൾ തേങ്ങ പൊതിക്കാൻ വലിയ പാട് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഒക്കെയാണ് പൊതിച്ച് തരിക കേട്ടോ. അപ്പോൾ ഒന്ന് എനിക്ക് ഇക്കാനോട് പറയാൻ മറന്നുപോയി. അങ്ങനെ പുറത്തുതന്നെ ഇരുന്ന് ഞാൻ തേങ്ങയൊക്കെ ചിരവിയെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ മോൻ എണീക്കണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പുറത്തുതന്നെ ഇരുന്ന് തേങ്ങ ചിരവണത് കേട്ടോ. പിന്നെ ഒരു പഴമൊക്കെ എടുത്ത് ആവി കയറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ മോന് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ പുട്ടിനൊക്കെ നേരത്തെ പൊടിയൊക്കെ നനച്ച് വെച്ചിട്ടൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത് കുറച്ച് പയറാണ്. അപ്പോൾ അതെടുത്തിട്ട് ഞാനൊന്ന് കുതിർത്ത് വേവിക്കാൻ വേണ്ടി ഇടാനാണ് കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ ആദിൽക്കുട്ടി പരീക്ഷ കഴിഞ്ഞിട്ടൊക്കെ വന്നു. പിന്നെ അവൻ പരീക്ഷൻ്റെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവിടെ അങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ പഴമൊക്കെ മിക്സിയിലൊക്കെ അടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് അബ്സുവിനോട് വാവനോട് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ കുട്ടിക്ക്. അപ്പോൾ അവൾ കൊടുക്കാമെന്ന് പറഞ്ഞു. പിന്നെ കുറച്ച് ചീരയൊക്കെ എടുത്ത് മുറിച്ച് വെള്ളത്തിലിടുകയാണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ കുക്കറിൻ്റെ മൂടി കൂടെ വെള്ളം വരേണ്ടതെന്ന് നോക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഒരു കൂട്ടുകാരൻ സൗന്ദര്യ ഡ്രീം വേൾഡിൻ്റെ ചാനലിൽ ഞാൻ കണ്ടതാണ് കുക്കർ പൊട്ടിത്തെറിക്കുന്ന വീഡിയോ കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം എന്ന് അതിൽ കാണിക്കുന്നുണ്ട്. സത്യമായിട്ട് ഇതുവരെ എനിക്ക് അറിയില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ അതുപോലെ ഒന്ന് ചെയ്ത് നോക്കുകയാണ് കേട്ടോ. അപ്പോൾ അറിയാത്ത കാര്യങ്ങൾ ഇങ്ങനെയാണല്ലോ നമ്മളൊക്കെ അറിയുക അല്ലേ. നിസ്സാര കാര്യമായിരിക്കും, ചിലപ്പോൾ നമുക്കൊന്നും അത് അറിയില്ലായിരിക്കും. അപ്പോൾ അറിയാത്തവരുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ അതിന് ശേഷം കുറച്ച് ദോശ ഉണ്ടാക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ അരിപ്പൊടിയിൽ കുറച്ച് ചോറും ഉപ്പും വെള്ളമൊക്കെ ഇട്ട് മിക്സിയിൽ അടിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ എനിക്ക് മാത്രം ഉണ്ടാക്കാനാണ്. അപ്പോൾ ഇത് എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ ഒരു വാക്ക്മാൻ പറഞ്ഞൊരു കൂട്ടുകാരൻ്റെ ചാനലിൽ ഞാൻ കണ്ടതാണ് കേട്ടോ. അപ്പോൾ ഇന്നലെ രാത്രി ഞാൻ ഈ വീഡിയോ കണ്ടപ്പോൾ രാവിലെ ഇതുപോലെ കുറച്ച് ദോശ എനിക്ക് ഉണ്ടാക്കാമെന്ന് കരുതി. അപ്പോൾ എനിക്ക് മാത്രം അളവിൽ ഒരു 5-6 ദോശയ്ക്കുള്ള അളവിൽ ഞാനത് ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ 2 അടുപ്പും ഉഷാറായി കത്തണമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ പുട്ട് വേവിക്കാൻ വെച്ച വെള്ളത്തിൽ ഞാൻ കുറച്ച് ചെറിയ ജീരകവും ചുവന്നുള്ളിയും കൂടെ നല്ലപോലെ ചതച്ചിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഇട്ടാൽ പുട്ടിന് നല്ല മണമൊക്കെ ഉണ്ടാവും, നല്ല ടേസ്റ്റൊക്കെ ഉണ്ടാവും കേട്ടോ പുട്ടിന്. അപ്പോൾ പുട്ടങ്ങനെ അവിടെ ആവി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പുറത്ത് നമ്മുടെ ദോശച്ചട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ദോശയൊക്കെ നല്ല അടിപൊളിയായി കിട്ടുകയൊക്കെ ചെയ്തു കേട്ടോ. നല്ല സോഫ്റ്റൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഉഴുന്ന് ദോശ തിന്നണ അതുപോലെ വരില്ല. അതിന് വേറൊരു ടേസ്റ്റ്, ഇതിന് വേറൊരു ടേസ്റ്റ് കേട്ടോ. എന്നാലും നമുക്കിപ്പോൾ അരി ഉഴുന്നൊക്കെ തലേ ദിവസം വെള്ളത്തിലിട്ട് അരയ്ക്കാൻ മറന്നെങ്കിൽ അപ്പോൾ ഇതുപോലെയൊക്കെ ഉണ്ടാക്കി നോക്കാം, കുഴപ്പമൊന്നുമില്ല കേട്ടോ. നല്ല രീതിക്കൊക്കെ കിട്ടുകയൊക്കെ ചെയ്തു കേട്ടോ. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പോൾ നല്ല ഇറച്ചിക്കറിയോ മുട്ടക്കറിയോ അങ്ങനെ അല്ലെങ്കിൽ ചട്നി എന്ത് കറി കൂട്ടിയിട്ട് തിന്നാൻ, കറി ഇല്ലാണ്ടും തിന്നാൻ ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് നല്ലപോലെ കിട്ടുകയൊക്കെ ചെയ്തു. നമ്മൾ ചോറിൻ്റെ അളവൊക്കെ കറക്റ്റ് ചെയ്തിട്ട് ഇടണമെന്ന് മാത്രം കേട്ടോ. അപ്പോൾ അങ്ങനെ അപ്പുറത്ത് പുട്ടും ഉണ്ടാക്കുന്നുണ്ട്, ഇപ്പുറത്ത് ദോശയും പെട്ടെന്ന് ശരിയാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഞാൻ ഫോൺ ഇടയ്ക്കിടയ്ക്ക് ചാർജിൽ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇന്നിവിടെ അടുത്തൊരു പൂരം നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിന് 2 മണിക്ക് കറണ്ട് പോകും. 2 മണിക്ക് കറണ്ട് പോയാൽ പിന്നെ രാത്രി 7 മണിക്ക് കറണ്ട് വരുള്ളൂ കേട്ടോ. അപ്പോൾ ആ പൂരം ഇവിടുത്തെ കാവിന്ന് പോയിട്ട് വേറൊരു കാവിൽ അരങ്ങേറണം. അപ്പോൾ അത് കഴിഞ്ഞിട്ടൊക്കെ അവിടെ കറണ്ട് വരുള്ളൂ കേട്ടോ. കാരണം അവിടെ പറഞ്ഞാൽ ഒരു വലിയ കാളനെയാണ് അവർ എഴുന്നള്ളിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ കൊമ്പൊക്കെ തട്ടിയിട്ടൊക്കെ വലിയ കാളകളാണ്. കൊമ്പ് തട്ടിയിട്ട് ഈ കറണ്ട് ലൈനിലൊക്കെ തട്ടുമല്ലോ. അപ്പോൾ അതുകൊണ്ടൊക്കെ നേരത്തെ ഇവിടെ കറണ്ടൊക്കെ പോകും കേട്ടോ. അപ്പോൾ ഇത് എല്ലാ വർഷവും അങ്ങനെ തന്നെയാണ്. ഈ പൂര സമയത്ത് ഇവിടെ അങ്ങനെ തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വൻപയറൊക്കെ ഇവിടെ നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഈ പയർ ഇവിടെ ആദ്യമായിട്ട് ഇത് വെക്കുകയാണ് കേട്ടോ. ഇത് വൻപയറാണോ വെള്ളപ്പയറാണോ എന്നൊന്നും എനിക്കറിയില്ല, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് പയറെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് മുളപ്പിക്കാൻ വേണ്ടിയിട്ടാണ്, വിത്തിനിടാൻ വേണ്ടിയിട്ടേ. അപ്പോൾ ഇത് കുഴപ്പമൊന്നുമില്ല കേട്ടോ. കറി വെച്ചാൽ ഇനി എങ്ങനെ ഉണ്ടാവുമെന്നൊന്നും എനിക്കറിയില്ല. ഞാൻ കുറച്ച് മസാലയാക്കിയൊക്കെ ആക്കിയിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്തത്. അപ്പോൾ അതാ കണ്ടില്ലേ, കുറച്ച് പയറൊക്കെ ഞാൻ എടുത്ത് ഇവിടെ മാറ്റി വെച്ചിരിക്കുകയാണ് കേട്ടോ മുളപ്പിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അങ്ങനെ ആ അടുപ്പിൽ തന്നെ ഞാൻ പുട്ടിന് വേണ്ട പപ്പടമൊക്കെ കുറച്ച് പൊരിച്ചെടുത്തു കേട്ടോ. പപ്പടമൊക്കെ പൊരിച്ചെടുക്കലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കുറച്ച് എണ്ണയൊക്കെ ഒഴിച്ച് കടുകും ഉള്ളിയും മുളക്
അതുപോലെ കുറച്ച് വെളുത്തുള്ളി അതെല്ലാം കൂടി ഇട്ട് കുറച്ച് ഉപ്പൊക്കെ ഇട്ടും കൊണ്ട് നല്ലപോലെ ഇളക്കുന്നുണ്ട്. അതിന് ശേഷം കുറച്ച് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ ഗരം മസാലപ്പൊടി അതും കൂടെ ഇട്ട് കൊടുത്തും കൊണ്ട് നല്ലപോലെ ഒന്ന് ഇളക്കിയും കൊണ്ട് നമ്മുടെ ഈ പയറതിൽ കൊട്ടിക്കൊടുക്കുക തന്നെ കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ വെള്ളപ്പയറിൻ്റെ ടേസ്റ്റ് അല്ല കേട്ടോ ഈ പയറിന്, ഇതൊരു വേറൊരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഞാനിത് ആദ്യമായിട്ടാണ് ഈ പയർ വെക്കുന്നത്. ഇതുവരെ ഞാനിതോടെ വെച്ചിട്ടൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ പയറൊക്കെ വേഗം അവിടെ അങ്ങോട്ട് നല്ലപോലെ അങ്ങോട്ട് മസാലയാക്കി എടുത്തു കേട്ടോ. അപ്പോൾ പുട്ടിനൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ, പുട്ടിൻ്റെ കൂടെ കഴിക്കാനൊക്കെ. അങ്ങനെ അതൊക്കെ അവിടെ കഴിഞ്ഞു. അങ്ങനെ രാവിലത്തെ ചായ കൂടിയൊക്കെ അങ്ങോട്ട് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ പുട്ടും പിന്നെ ഇത് ഇന്നലത്തെ കുറച്ച് ചിക്കൻ കറിയാണ് കേട്ടോ, അതും ഉണ്ടായിരുന്നു. പിന്നെ നമ്മളുടെ ദോശ ഉണ്ടായിരുന്നു, പിന്നെ പയറൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങളുടെ രാവിലത്തെ ചായ കൂടിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ പെട്ടെന്ന് ഉച്ചക്കലത്തെ പണികൾ നോക്കണം. കറണ്ട് പോകും, തേങ്ങ അരക്കൽ പണികളൊക്കെ ഉണ്ടെങ്കിൽ വേഗം വേഗം ചെയ്യണം. പിന്നെ കറണ്ട് പോയാൽ ഈ അടുക്കളയിൽ നിൽക്കാൻ കഴിയില്ല കേട്ടോ, അങ്ങനെ ഇരുട്ടടഞ്ഞിട്ടായിരിക്കും കേട്ടോ ഉണ്ടാവുക. അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയിൽ കൂടെ ചോറ് വെച്ച് വാർത്തു. പിന്നെ വേഗം കുറച്ച് മത്തിയൊക്കെ എടുത്ത് നേരാക്കി അതും അവിടെ വറുക്കാൻ വേണ്ടി ഇട്ടിട്ടുണ്ട്. പിന്നെ ചീരയൊക്കെ വേഗം എടുത്ത് മുറിച്ച് കുറച്ച് ഇലയൊക്കെ നുള്ളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ, അതിന് ശേഷം മുറിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ തേങ്ങയും ജീരകവും ഉള്ളിയൊക്കെ വേഗം കറണ്ട് പോകുമ്പോഴേക്കും മിക്സിയിൽ ആദ്യം തന്നെ അത് അരച്ച് വെക്കുകയാണ് കേട്ടോ, ചീര മുറിക്കുന്നതിന് മുൻപ് തന്നെ. അങ്ങനെ ചീരയൊക്കെ മുറിച്ചൊരു മൺചട്ടിയിലിട്ട് പിന്നെ ആ തണ്ടൊക്കെ പൊടിയായിട്ട് അതും മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പരിപ്പില്ലായിരുന്നു, അപ്പോൾ ഇനിയിപ്പോൾ പരിപ്പില്ലെങ്കിലും കറി വെക്കണമല്ലോ എന്ന് പറഞ്ഞ് കുഴപ്പമൊന്നുമില്ല, നല്ല രീതിക്കൊക്കെ കിട്ടി കേട്ടോ. പിന്നെ പരിപ്പുണ്ടെങ്കിൽ കുറച്ചും കൂടി കറി തിക്നെസ് ഉണ്ടാവുമെന്ന് മാത്രം, പരിപ്പില്ലെങ്കിൽ നമുക്കിങ്ങനെ കറിയൊക്കെ വെക്കാം കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഇപ്പോൾ എല്ലാ വീട്ടമ്മമാർക്കും അറിയണത് തന്നെയല്ലേ. എന്നാലും നമ്മൾക്ക് എത്ര നമ്മൾക്ക് അറിഞ്ഞാലും നമ്മൾ മറ്റുള്ളവർ അവരുടെ അടുക്കളയിൽ എന്താന്ന് പാചകം, അവരിന്ന് എന്താ വെക്കുന്നത്, അവരിന്ന് വെക്കുന്ന രീതി എന്താണെന്നൊക്കെ നമ്മൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കില്ലേ. അപ്പം നമുക്ക് അതൊക്കെ അറിയാൻ നല്ലൊരു ആകാംക്ഷ ഉണ്ടാവും അല്ലേ, ഇന്ന് എന്തൊക്കെയാണ് അവിടെ വെക്കുന്നത്, ഇന്ന് എന്തൊക്കെയാണ് അവിടുത്തെ കാര്യങ്ങളെന്നൊക്കെ. അപ്പോൾ എനിക്ക് അങ്ങനെയാണ് കേട്ടോ, ഞാൻ ഡേ മൈ ലൈഫൊക്കെ ഞാൻ നല്ലപോലെ ആസ്വദിച്ച് കാണും. അവരെന്ത് ചെയ്യുകയാണെങ്കിൽ നല്ലപോലെ നോക്കുകയൊക്കെ ചെയ്യും കേട്ടോ. അപ്പോൾ നമ്മൾ ആ രീതിയിലേക്ക് ഒന്ന് ചിലപ്പോൾ ഒന്ന് മാറ്റി പിടിക്കുകയൊക്കെ ചെയ്യും. ചിലപ്പോൾ നമ്മൾ എന്നും വെക്കുന്നത് തന്നെയായിരിക്കും, എന്തെങ്കിലും ഓരോ ട്രിക്കുകളൊക്കെ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ചിലത് ഒരു എളുപ്പപ്പണി ഉണ്ടാവും, ചിലത് ഓരോ രീതികൾ മാറ്റവും ഉണ്ടാവും. അപ്പോൾ ഞാൻ അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ഒരു രീതിയാണ് ഞാനിവിടെ പറഞ്ഞത്. അപ്പോൾ പരിപ്പില്ലാണ്ട് തന്നെ നല്ല ചീരക്കറിയൊക്കെ നല്ല അടിപൊളിയായിട്ടൊക്കെ കിട്ടി, എരി കുറച്ചിട്ട് തന്നെയാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ആദിൽക്കുട്ടിക്ക് ഇങ്ങനത്തെ ചീരക്കറി വെച്ചാലൊക്കെ നല്ല ഇഷ്ടമാണ് കേട്ടോ. അവനിക്ക് ഇറച്ചിയും മീനോട് വലിയ പിടുത്തമൊന്നുമില്ല, ഇങ്ങനെയുള്ള കറികളാണ് കേട്ടോ ഇഷ്ടം. അങ്ങനെ എണ്ണ ചട്ടി വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകും ഉണക്കമുളകും കുറച്ച് വെളുത്തുള്ളി ചതച്ചതും ചെറിയുള്ളി അരിഞ്ഞതൊക്കെ ഇട്ടിട്ട് ഞാൻ അങ്ങോട്ട് കടുക് വറുത്തൊഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ പൂരത്തിനൊക്കെ കൂട്ടിക്കൊണ്ട് പോകാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി പൂരത്തിനൊക്കെ പോകണം. അപ്പോൾ ഇപ്പോൾ ഈ വീഡിയോ ഇടുന്നത് തന്നെ പൂരമൊക്കെ കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞിട്ടാണ് കേട്ടോ. കാരണം ഞങ്ങൾ പൂരത്തിനൊക്കെ പോയി കുട്ടികൾ ഞങ്ങളൊക്കെ ഐസ്ക്രീമൊക്കെ തിന്ന് എല്ലാവർക്കും ചുമയും പനിയൊക്കെ പിടിച്ച് പിന്നെ 2 ദിവസം ആശുപത്രി പോണ തിരക്കായിരുന്നു കേട്ടോ. അങ്ങനെതാ അതൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങളെ പൂരത്തിന് കൊണ്ടുപോകാൻ അവിടെ അടുത്ത് തന്നെ ഒരു അമ്പലമുണ്ട്.